നമസ്കാരം. റെയ്ക്കിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. റെയ്ക്കി ചികിത്സ ചെയ്യുന്നത് ഒരു നിർണായക ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഓരോ ചാനലിലും, അതായത് യോഗശാന്തിക്കാരനെ സംബന്ധിച്ചിടത്തോളം കമ്പാഷൻ, അതായത് കരുണ എന്ന ഒരു ഉപചാരം എല്ലായ്പ്പോഴും ആ വ്യക്തിയിൽ നിഴലിച്ചു നിൽക്കേണ്ടത് അനിവാര്യമാണ്. റെയ്ക്കിയിൽ ഇല്ലെങ്കിൽ ഏത് ഹീലിംഗ് സിസ്റ്റത്തിലാണെങ്കിലും കമ്പാഷനേറ്റഡ് ടുവേഴ്സ് പേഷ്യൻസ് അതുണ്ടെങ്കിൽ മാത്രമാണ് ആ രോഗം മാറുകയുള്ളൂ. ബുദ്ധൻ കമ്പാഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, കരുണയെ നിർവചിച്ചിട്ടുള്ളത്, ഈ കമ്പാഷൻ, കരുണ എന്ന് പറയുന്നത് റിയലായിട്ട് അതിനെ അനുതാപം എന്ന ഒരു വാക്കിലാണത് വിവക്ഷിക്കപ്പെടുന്നത്. അതായത് സിദ്ധാർത്ഥൻ ആയിരുന്ന കാലഘട്ടത്തിൽ മന്ത്രികുമാരനോടൊപ്പം തന്നെ ഉല്ലാസത്തിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മന്ത്രികുമാരൻ ഒരു അരയന്നത്തെ അമ്പെയ്ത് അത് അമ്പ് ചെന്ന് ഈ അരയന്നത്തിൻ്റെ മേൽ തറച്ചപ്പോഴുണ്ടാകുന്ന വേദന, ആ പെയിൻ, അത് സിദ്ധാർത്ഥനിൽ അനുഭവപ്പെട്ടു. അന്നാണ് ശരിക്കും സിദ്ധാർത്ഥൻ ബുദ്ധനായത്. ബോധ ദർശനത്തിലേക്ക് ഉള്ള വഴി, ഈ ലോകത്തിൻ്റെ ആഹൂതികൾ, ആകുലതകൾ, വ്യഥ, ഈ വിലാപം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമസ്യകൾ അന്വേഷിച്ചുകൊണ്ട് ബുദ്ധൻ ഒരു തീർത്ഥയാത്രയിലേക്ക് പോകണം എന്നുള്ള, അല്ലെങ്കിൽ ഒരു തപസ്സിലേക്ക് തിരിയണം എന്നുള്ള ഒരു തോന്നൽ നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ ഈ സിദ്ധാർത്ഥനിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ബുദ്ധനായി പരിണമിച്ചത്. അപ്പോൾ ബുദ്ധൻ കരുണയെ നിർവചിച്ചിട്ടുള്ളത് ഈ ധ്യാനസഹിതമായ പ്രേമം എന്നാണ്. നിങ്ങളുടെ പ്രേമം മറ്റൊരാൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം മാത്രമല്ലാതായിരിക്കുമ്പോൾ, നിങ്ങളുടെ പ്രേമം ഒരത്യാവശ്യം ആയിത്തീരുമ്പോൾ, അതായത് സ്വീകർത്താവിന് ആയിത്തീരുമ്പോൾ, നിങ്ങളുടെ പ്രേമം പങ്കുവയ്ക്കാതിരിക്കുമ്പോൾ, നിങ്ങളുടെ പ്രേമം ഒരു ഭിക്ഷക്കാരൻ്റേതല്ലാതായിരിക്കുമ്പോൾ, നിങ്ങളുടെ പ്രേമം ഒരു ചക്രവർത്തിക്ക് സമാനമായിത്തീരുമ്പോൾ, അങ്ങനെ നിങ്ങളുടെ പ്രേമം പകരമൊന്നും ചോദിക്കാതെ, അതായത് നൽകുവാൻ മാത്രം തയ്യാറുള്ളതായി തീരുമ്പോൾ, അതായത് ധ്യാനിക്കുമ്പോഴെല്ലാം തന്നെ മേൽപ്പറയപ്പെട്ട അവസ്ഥയിലേക്ക്, അതായത് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെ തയ്യാറാകുമ്പോൾ
നൽകുന്നതിലുള്ള കലർപ്പ് ഇല്ലാതിരിക്കുമ്പോൾ, പകരമൊന്നും കിട്ടാതിരിക്കുമ്പോൾ, ബലത്തെക്കുറിച്ചുള്ള ഭയാശങ്കകൾ നീങ്ങിപ്പോകുമ്പോൾ, ആ നൽകുന്നതിലുള്ള കലർപ്പ്, അതാണ് ഇവിടെ പ്രധാന വിഷയം. ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ ഇവൻ അല്ലെങ്കിൽ ഇവൾ ആരാണ്, എന്താണ്, ഇതൊന്നും ഒരു ഹീലറെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും വരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗം ഒരാളുടെ പൂർവകർമ്മ ദുരിതമാണ്, ജന്മാന്തരം കൃതം പാപം ആദി വ്യാധിരൂപേണ ജായതേ എന്നുള്ള പ്രമാണത്തിലൂടെ അത് അനുഭവിക്കേണ്ടതാണ് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഒരാൾക്ക് ഒരാളെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ സാധിക്കുകയില്ല ആ സന്ദർഭങ്ങളിലെല്ലാം. പക്ഷേ ഒരു ചാലകവേദിയായി ചാനലായിട്ട് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന കമ്പാഷൻ ഒരു നേറ്റഡ് ആയിട്ടുള്ള ഒരു ഹീലർ ആയി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ മറ്റു പ്രമാണങ്ങളിലേക്കൊന്നും നമുക്ക് നോക്കേണ്ടതില്ല, മുൻപ് പിൻപ്. അങ്ങനെയുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു നിമിത്തം ആയി തീർന്നത് കർമ്മങ്ങളുടെ, അതായത് പൂർവ്വജന്മത്തിലെ കർമ്മത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഒരാൾ ഹീലറായിത്തീരുന്നത്. അയാളുടെ ഒരു ഡ്യൂട്ടിയാണത്. അത് ചെയ്ത് അത് പരിഹരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഈ ഹീലറിൽ സമർപ്പിതമാണ്. ആ ഒരു അർത്ഥ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഈ വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി അളക്കാതെ, എല്ലാവർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ എന്താ പറയുന്ന ഓരോ മാസ്ക് ധരിച്ചിട്ടുണ്ട്. ആ ഒരു ഇവിടെ ജീവിക്കുന്നതിന് ഉള്ള ഒരു സാന്ദർഭികമായിട്ട് വന്നു ചേരുന്ന ഒരു കുപ്പായം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ആഭരണം, ഒരു മുഖംമൂടി നമുക്കത് വന്നിട്ടുണ്ടാകാം. പണ്ടൊരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞതുപോലെ തന്നെ, ഇപ്പോൾ സർക്കസ് റിങ്ങിൽ ഒരു ചെറുപ്പക്കാരൻ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ സർക്കസ് കമ്പനിയിലെ മാനേജറോട് എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിനക്ക് പറ്റിയ ജോലിയൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരാഴ്ചയായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലി തരാൻ പറഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ ഇവിടെ ഒരു സിംഹത്തിൻ്റെ കുറവുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ സർക്കസ് റിങ്ങിലെ ഒരു സിംഹം മരണപ്പെട്ടു പോയി. അതുകൊണ്ട് നീ ഈ സിംഹത്തിൻ്റെ ഒരു ഇതിട്ട് കുപ്പായമിട്ടിട്ട് നീ റിങ്ങിൽ ചാടാൻ പറ്റുമെങ്കിൽ നിനക്ക് ഇവിടെ കുറച്ച് ദിവസത്തേക്ക് ജോലി തരാം, പുതിയൊരു സിംഹം വരുന്നത് വരെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് സമ്മതിച്ച് ഈ മൃഗപരിശീലകൻ്റെ അടുത്ത് ഈ സിംഹത്തിൻ്റെ കുപ്പായം ധരിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ പരിശീലനം ആരംഭിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ദിവസം ഈ പരിശീലകൻ റിങ്ങിലേക്ക്, സർക്കസ് കൂടാരത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇവൻ പുതിയ സിംഹമാണല്ലോ, ഒന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഈ തീജ്വാല ഇങ്ങനെ കത്തിയിട്ടുള്ള റിങ്ങിൻ്റെ ഉള്ളിൽ കൂടിയാണ് ചാടേണ്ടത്. അപ്പോൾ അത് അങ്ങ് മാറ്റി കൊടുക്കും. അപ്പോൾ ഇവനിങ്ങനെ ചാടും, പുതിയ സിംഹമായിട്ട് ഇങ്ങനെ ചാടും. അപ്പോൾ കാണികളൊക്കെ കൈയടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-4 ദിവസം. അപ്പോൾ സിംഹങ്ങളെല്ലാം ഇങ്ങനെ തിരിച്ച് അതിൻ്റെ കൂടുകളിലേക്ക് കൊണ്ടുപോകുന്നു. മൃഗപരിശീലകനും കൊണ്ടുപോകും. അപ്പോൾ 3-ാം ദിവസം കഴിഞ്ഞപ്പോൾ ഈ മൃഗപരിശീലകൻ ഈ സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് ഈ ചെറുപ്പക്കാരനെ കയറ്റി വിട്ടു. ഇത് ധരിച്ച് വന്നിട്ടുള്ള ഈ ചെറുപ്പക്കാരനെ കയറ്റി വിട്ടു. അപ്പോൾ ഈ സിംഹം കൂട്ടിനുണ്ടായിരുന്ന ആ സിംഹം റോറിങ് അലറിക്കൊണ്ട് ഈ ചെറുപ്പക്കാരൻ്റെ നേരെ മേലെ വീണ് ഇവനെ കടിച്ച് കീറി വലിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അവസാനം ഇവൻ കരഞ്ഞ് സകല ദൈവങ്ങളെയും വിളിച്ച് കരഞ്ഞ് ഈ സിംഹത്തിൻ്റെ പിടിവിടാനായിട്ട് ഭയങ്കരമായ ശ്രമം നടത്തുമ്പോൾ, അലറിക്കരഞ്ഞുകൊണ്ട് ശ്രമം നടത്തുമ്പോൾ ഈ സിംഹം ഒരൊറ്റയടി ഇവൻ്റെ ചെകിട്ടത്തേക്ക് കൊടുക്കുകയാണ്. ഷട്ട് അപ്പ് യുവർ മൗത്ത്.
വായടയ്ക്കട, നീ മാത്രമല്ല ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരനുള്ളൂ എന്ന്. പക്ഷേ അപ്പോഴാണ് ഇവന് സമാധാനമായത്. ഈ അടിച്ച ആ സിംഹവും മറ്റൊരു കുപ്പായം ധരിച്ച ഒരു ലെമോ സിംഹമായിരുന്നു, തന്നെ പോലെ തന്നെ. അപ്പം നമുക്കൊക്കെ ഈ ഭൂമിയിൽ വന്നു വീഴുമ്പോൾ ഏതെങ്കിലും ഒരു മേൽ അങ്കി നമ്മളുടെ മേൽ വന്നു വീഴും. അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ ആ മേലങ്കി അണിഞ്ഞാണ്, അതാണ് ഒരു പേഴ്സണൽ മാസ്ക്, സോഷ്യൽ മാസ്ക് എന്നൊക്കെ ഈ മോഡേൺ സൈക്കോളജിയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പം നമുക്കിവിടെ ഒരു മാസ്കും ധരിക്കേണ്ട ആവശ്യകത വരുന്നില്ല ഒരു റേക്കി ചാനലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ട്രൂ നേച്ചർ എന്താണോ ആ ട്രൂ നേച്ചറിൽ കൂടി മുന്നോട്ട് പോവുക, അക്കോർഡിംഗ് ടു യുവർ ടേസ്റ്റ്. നിങ്ങളുടെ ടേസ്റ്റ് എന്താണോ, ഉള്ളിൽ നിന്ന് വരുന്ന ടേസ്റ്റ് എന്താണോ ആ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുക. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിന് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ട്രൂ നേച്ചർ എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ജീവിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ സാരം, ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ ഒരിക്കലും വന്നിരിക്കുന്ന ആളുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ആശങ്കയോ ഒന്നും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടില്ല. ഏത് തുറയിൽ നിന്ന് വന്ന ആളാണെങ്കിലും വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ നമ്മളുടേതായിട്ടുള്ള മാനദണ്ഡത്തിലൂടെ ചികിത്സിച്ച് സുഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ആവശ്യം. അപ്പോൾ ഈ കരുണ എന്ന് പറയുന്ന കമ്പാഷൻ നമ്മൾക്ക് ഉണ്ടായി എടുക്കണമെങ്കിൽ, അങ്ങനെ ആയിത്തീരണമെങ്കിൽ ദീർഘനാളത്തെ സ്വയം പരിശീലനം കൊണ്ടും അതുപോലെ മറ്റ് മനുഷ്യരും ജീവികളുമായിട്ടുള്ള പ്രകൃതിയുമായിട്ടുള്ള ഇടപഴകലിലൂടെയാണ് ഈ പറയുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുകയുള്ളൂ. അല്ലാതെ ഒരു മാസ്റ്റർക്ക് ഒരു അച്ചൂൺമെൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗുരുവിന് ഒരു മന്ത്രദീക്ഷ കൊണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ദിവസം കൊണ്ടോ ഒരു നിമിഷം കൊണ്ടോ ഒരാളിൽ ഉണ്ടാക്കിയെടുക്കാനോ ഉരുത്തിരിഞ്ഞു വരാനോ സാധിക്കുകയില്ല. അപ്പോൾ കലർപ്പില്ലാത്ത സ്നേഹം, കരുണ പകർന്നു നൽകാനുള്ള ത്രാണി എന്നാണോ സാധകനിൽ ഉദ്ഭൂതമാകുന്നത്, തത്സമയമാണ് അയാളൊരു നല്ല രോഗശാന്തിക്കാരനായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെ ആയിക്കഴിയുമ്പോൾ ആ ഒരു നൽകുവാൻ മാത്രം തയ്യാറാകുമ്പോൾ മാത്രമേ, നൽകുന്നതിലുള്ള കലർപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി വരുമ്പോൾ മാത്രമേ, ആനന്ദം മാത്രമായിരിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു പ്രണയമാണ്, പ്രേമമാണ്, അത് ഒരു ആനന്ദമായി തീരുമ്പോൾ മാത്രം. ധ്യാനം ആണ് ഈ പറയുന്ന സംഗതി, റേക്കി ധ്യാനമാണ്. ആ ധ്യാനം ഒരു പ്രണയം, പ്രേമം, ആനന്ദം ആയി പരിണമിക്കുമ്പോൾ മാത്രം നിങ്ങളിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്ന, നിങ്ങളിൽ തടയപ്പെട്ടിരിക്കുന്ന ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ആ ഒരു തേജസ് അത് പുറത്തു വരും. ഈ തേജസ് പുറത്തു വന്ന് അത് നിങ്ങളെ എന്തു ചെയ്യും? ആ തേജസ്സിനെ കരുണാരൂപത്തിൽ കമ്പാഷനേറ്റഡ് ആക്ഷൻസ് ആക്കി നിങ്ങളെ മാറ്റിയെടുക്കും. ഇപ്പോൾ കമ്പാഷൻ എന്നുദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും കുറേ കോഴിയുടെ, തള്ളക്കോഴിയുടെ പിന്നാലെ കുറേ ചെറിയ കുഞ്ഞുങ്ങൾ നടന്നു പോകുമ്പോൾ ഈ പരുന്ത് ഇതിനെ റാഞ്ചാൻ വരുമ്പോൾ അതിൻ്റെ ചിറകിൻ്റെ ഉള്ളിലേക്ക് ഈ കുഞ്ഞുങ്ങളെ ഒളിപ്പിക്കുകയും പെട്ടെന്ന് കയറി നിൽക്കാനുള്ള ആജ്ഞ നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഒളിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരവസ്ഥ, അതാണ് കരുണ. അത് പ്രകൃതി നൽകിയിരിക്കുന്ന ഒരിതാണ്. തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് അതിൻ്റെ അമ്മയുടെ ദൗത്യമാണത്. ആ സമയത്ത് ചിറകിൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കാനുള്ള ആ ഒരു തോന്നൽ ഈ അമ്മ കോഴിയിൽ എപ്പോഴാണോ ഉണ്ടായിട്ടുള്ളത്, അത് എപ്പോഴാണോ നിലനിൽക്കുന്നത്, എത്ര കാലത്തോളം അത് നിൽക്കുന്നുണ്ടോ ആ സമയത്തെയാണ് കരുണ അല്ലെങ്കിൽ കമ്പാഷൻ എന്നുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഉണ്ട്. മാതൃഭാവം എല്ലാവരിലുമുണ്ട്. ഈ ഭാവം, ഈ കരുണ എന്ന് പറയുന്ന ആ ഒരു ഭാവം എല്ലാവരിലുമുണ്ട്. അത് എപ്പോഴാണോ തേജസ്സായിട്ട് വെളിവാക്കപ്പെടുന്നത് ആ സമയത്താണ് ഒരു രോഗശാന്തിക്കാരി
ജനിക്കുന്നത്. അപ്പോൾ ഏറ്റവും അത്യുന്നതമായിട്ടുള്ള ആ ഒരു പ്രതിഭാസമായിട്ടത് മാറും. അത് ശരിക്കും ഈ ആനന്ദം അല്ലെങ്കിൽ ഈ പ്രേമം, ഈ പ്രണയം എന്ന് പറയുന്നത് ശരിക്കും അതൊരു ലൈംഗികത അല്ലാതെ, ലൈംഗികത മൃഗീയമാണ് എന്നാണ് പറയപ്പെടുന്നത്. പ്രേമം എന്ന് പറയുന്നത് എന്താണത്? മാനുഷികമാണ്. കരുണ അത് ദൈവീകതയാണ്. ലൈംഗികത ശാരീരികമാണ്. പ്രേമം മാനസികമാണ്. കരുണ ആത്മീയതയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഏറ്റവും ലീനിയർ ലെവലിൽ സംഭവിക്കുന്ന, അതായത് ദൈവീകതയിലേക്കും മനുഷ്യാവസ്ഥയുടെ അത്യുംഗ ആ ഒരു ശൃംഖല എന്തും പറയുന്നത്, ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു അവസ്ഥയ്ക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് നിർവചിക്കാൻ സാധിക്കും. അപ്പോൾ മനുഷ്യാവസ്ഥയുടെ ഉത്തംഗതയാണ് ലൈംഗികത എന്നാണ് മോഡേൺ മനഃശാസ്ത്രം പറയുന്നതെങ്കിൽ, ദൈവീകതയുടെ ഏറ്റവും താഴെപ്പടിയാണ് അത് എന്ന് പഠിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പാഷൻ ഉണ്ടാകണമെങ്കിൽ, കരുണ ഉണ്ടാകണമെങ്കിൽ, അത് ജനറേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മളുടെ ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ ശുദ്ധീകരണം, ചക്രശുദ്ധീകരണം, ഇതെല്ലാം നാം ചെയ്ത് പരിശീലിച്ചെടുക്കണം. അതിനുള്ള പരിശീലനങ്ങളാണ് റെയ്ക്കിയുടെ ധ്യാന പരിശീലനങ്ങൾ. റെയ്ക്കി ധ്യാനം ഒരു ചികിത്സ മാത്രമല്ല, സമ്പ്രദായം മാത്രമല്ല, അത് ഹാൻഡ്സ് ഓൺ ടെക്നിക്സ് മാത്രമല്ല, അതൊരു ധ്യാന പരിശീലനമാണ്. ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഒരു മനുഷ്യനെ മുന്നേറാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ശാക്തീകരണമാണ് ഈ റെയ്ക്കിയുടെ പഠനവും അതുവഴിയുള്ള ധ്യാന പ്രക്രിയകളും. ഇപ്പോൾ റെയ്ക്കി ധ്യാനിക്കുന്നത് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെയ്ക്കിയെ പല രീതിയിൽ ധ്യാനിക്കാം. അത് പ്രാണനായിട്ട് പ്രണവ ഉപാസനയോടുകൂടി ചെയ്യാം. ശാക്തേയ മാർഗത്തിൽ അതിനെ ചെയ്യാം. അതുപോലെ തന്നെ കൗളമാർഗത്തിൽ വേണമെങ്കിൽ ചെയ്യാം. റെയ്ക്കി തന്നെ ചെയ്യാം. ഏറ്റവും സങ്കീർണതകൾ കുറഞ്ഞിട്ടുള്ള മോക്ഷമാർഗത്തിലേക്ക് അത് നയിക്കുന്നത്, ഈ റെയ്ക്കി നയിക്കുന്നത്, അതൊരു എൻലൈറ്റൻ ബീയിങ് ആയിത്തീരാൻ ഈ പ്രപഞ്ചത്തെ, അതായത് വിരാട് രൂപത്തെ, കാലപുരുഷനിൽ എല്ലാം ഗർഭം ധരിച്ചു കിടക്കുന്നു. അപ്പോൾ കരുണ, കമ്പാഷൻ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഊർന്നു വന്നിട്ടുള്ള ഈ വിരാട് രൂപത്തിൽ നിന്ന് ഊർന്നു വന്നിട്ടുള്ള ഒരു ചെറിയ മിനിയേച്ചർ മൈക്രോകോസ്മിക്, അതായത് മാക്രോകോസം അല്ല മൈക്രോകോസമാണ് ഈ പറയുന്ന രോഗിയും രോഗിയുടെ ശരീരവും സൂക്ഷ്മ ശരീരവും അതുപോലെ ചക്രങ്ങളും അതുപോലെ തന്നെ ആ രോഗിയിൽ ആവാഹിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ശക്തി വിശേഷങ്ങളും എന്ന് കരുതി അതിലേക്ക് തന്നെ അതിനെ ഈ കൈകളിലൂടെ ഇത് പ്രപഞ്ചബോധത്തിൽ നമ്മൾ നിറഞ്ഞു നിന്ന് പ്രകാശപൂരിതമായിട്ടുള്ള ഒരു ഊർജ ചാലകത്തിലൂടെ ഈ രോഗി ഒരു പുതിയ പ്രകാശമായി മാറിപ്പോകുന്നതായിട്ട് വെറുതെ ഒന്ന് സങ്കല്പിച്ചാൽ മാത്രം മതി, രോഗി സുഖം പ്രാപിക്കും. കുറേ നേരത്തെ ഹാർഡ് വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇൻവോക്ക്, വിളിക്കുക, കോൾ ദ റൈക്കി, ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീങ് ഹിയർ, റൈക്കി ഫോർ ബീങ് ഹിയർ. ദെൻ രോഗിയുടെ പേര് പറയുക. ജസ്റ്റ് ഫോക്കസ് യുവർ അറ്റൻഷൻ ഓൺ യുവർ ഫോർഹെഡ്. ആജ്ഞാചക്രത്തിലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ചാൻഡിങ് ഓം ഹേലോ കീലോ മാനാഹോലോ സേഹേക്കി സോഹം. സോഹം സോഹം എന്നുള്ളത് അജപാ മന്ത്രമാണ്. ഹേലോ കീലോ മാന ഹോലോ സേഹേക്കി സോഹം, ഇതാണ്
ഇതിൻ്റെ മന്ത്രം, റേക്കിയുടെ ഒരു മന്ത്രമാണത് ആയിട്ട് നമ്മളതിനെ ചാൻറ്റ് ചെയ്യുക. അങ്ങനെ 9 times ഏതെങ്കിലും ഒരു കാര്യത്തെ ഇച്ഛിച്ചിട്ട് നമ്മൾ ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം ഉറപ്പാണ്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ ആ ആഗ്രഹങ്ങൾ, ശബ്ദതരംഗങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പോയി റിഫ്ലക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് അത് പദാർത്ഥ രൂപത്തിൽ തിരിച്ചു വരും. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് പദാർത്ഥ രൂപത്തിൽ തിരിച്ചു വരും. അതായത് സമ്പത്താണെങ്കിൽ അങ്ങനെ, വെൽത്താണെങ്കിൽ അങ്ങനെ, ഹെൽത്താണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഇന്നർ ബ്ലിസ് ആണെങ്കിൽ അങ്ങനെ അത് തിരിച്ചു വരും. കണ്ണടയ്ക്കുക, ശ്വാസം ദീർഘമായി എടുക്കുക, ശരീരം വിശ്രാന്തിയിലാക്കുക തല മുതൽ പാദം വരെ. ദെൻ ചാൻറ്റ്. നമ്മൾ പിന്നെ മന്ത്രം ഉപാംശമായിട്ട് ചെയ്താൽ മതി. അതായത് ഒച്ചപ്പുറത്ത് വരാതെ വേണമെങ്കിൽ ചെയ്താൽ മതി, ഒച്ചപ്പുറത്തേക്ക് വന്നും ചെയ്യാം, വൈഖരിയായിട്ടും ചെയ്യാം. ഏലോ കീലോ വമാന ഓലോ സേഹി സോഹം ഹേലോ കീലോ മാനാ ഹോലോ സേഹി സോഹം ഹേലോ കീലോ മാനാ ഹോലോ സേഹി സോഹം. കുറച്ച് സമയം ചാൻറ്റ് ചെയ്യുക. ഏറ്റവും കുറഞ്ഞത് 9 പ്രാവശ്യം ചാൻറ്റ് ചെയ്യുക, ജപിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം നിങ്ങൾക്കുണ്ടാകും. അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി.